രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കൃത്യമായി അദ്ദേഹം പാർലമെൻറ്റിനകത്ത് വെച്ച് പറഞ്ഞ പ്രസംഗത്തിൽ ഒന്ന്, ഗുജറാത്തിൽ ഞങ്ങൾ 2027 തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്യുമെന്നും BJPയുടെ എല്ലാ രീതിയിലുള്ള മുന്നേറ്റത്തെയും ഞങ്ങൾ തടുക്കുമെന്നും BJP സർക്കാരിനെ ഞങ്ങൾ പിഴുതെറിയും എന്നുമാണ്. ഇതൊരു വെല്ലുവിളിയായി തന്നെയാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ മുൻ കേന്ദ്രമന്ത്രിയായ സ്മൃതി ഇറാനി അവർ തോറ്റു തൊപ്പിയിട്ട് നാണക്കേടിൽ മുങ്ങി നിൽക്കുന്ന സമയത്ത് അവർക്കെതിരെ ട്രോളും സോഷ്യൽ മീഡിയയിൽ നിരവധിയായിട്ടുള്ള ഹേറ്റ് ക്യാമ്പയിനും നടക്കുമ്പോൾ രാഹുൽ ഗാന്ധിയാണ് അങ്ങനെയുള്ള നിരവധിയായ തൻ്റെ സ്നേഹിതന്മാരെ, അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ അനുകൂലിക്കുന്നവരെ സമാധാനിപ്പിച്ച് അവരോട് കൃത്യമായി പറഞ്ഞത്, നിങ്ങൾ അതിരുവിട്ട് ഒരു രീതിയിലും ആരോടും കയർക്കാൻ പോകരുത്, സ്ത്രീകളോട് പ്രത്യേകിച്ചും എന്ന രീതിയിൽ പക്വമായി വിവേകപൂർവമായി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തതോടുകൂടിയാണ് സ്മൃതി ഇറാനിക്ക് വരെ ബോധ്യപ്പെട്ട് കഴിഞ്ഞത് രാഹുൽ ഗാന്ധി എന്നത് നിങ്ങളാരും വിചാരിക്കുന്ന പോലെ ഒരാളല്ല, അദ്ദേഹം രാജ്യത്തിൻ്റെ തലവര തന്നെ മാറ്റിയെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന്. വാസ്തവത്തിൽ ഇപ്പോഴും നേരം വെളുക്കാത്ത കുറേയധികം BJPയിലെ നേതാക്കളുണ്ട്. അവരിപ്പോഴും വിചാരിക്കുന്നത് ഇന്ത്യ എന്ന രാജ്യം എക്കാലത്തും അവർക്കും സംഘപരിവാർ ശക്തികൾക്കും ഭരിക്കാനുള്ള സ്ഥലമാണെന്നും വർഗീയത പരത്തി ജനങ്ങളെ വിഭജിച്ച് എല്ലാ രീതിയിലും രാഷ്ട്രീയപരമായി അവർക്ക് നേട്ടം മാത്രം കൊയ്തെടുക്കാമെന്നും വിചാരിക്കുന്നവർക്കാണ് എട്ടിൻ്റെ പണി കിട്ടാൻ പോകുന്നത്. വാസ്തവത്തിൽ ഗുജറാത്തിൽ, അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും ഏത് പ്രദേശത്തിൽ നിന്നാണോ രാഷ്ട്രീയത്തിൻ്റെ കളികൾ ബാലപാഠം പഠിച്ച് വളർന്ന് ഇന്ത്യയിൽ എല്ലാ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനവും നടത്തുന്നത്, അവിടെ തന്നെ BJPക്ക് ഏറ്റവും നല്ല തിരിച്ചടി കൊടുക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ നീക്കം. ആം ആദ്മിയുമായി ഗുജറാത്തിൽ സഹകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ഉദയം കോൺഗ്രസ്സിനെ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ കോൺഗ്രസ്സിനെ മുക്തമാക്കുക എന്ന രീതിയിലായിരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. ഇന്ന് ആം ആദ്മിക്ക് വരെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കാരണം കെജ്രിവാൾ ജയിലിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാനും അദ്ദേഹത്തിന് വേണ്ടി സ്വരം ഉയർത്താനും കോൺഗ്രസ് എന്ന പ്രസ്ഥാനം മുൻപന്തിയിൽ തന്നെ നിന്നു. വാസ്തവത്തിൽ കെജ്രിവാൾ എന്തായിരുന്നു ഇക്കാലം അത്രയും കാട്ടിക്കൂട്ടിയത്? അന്ധമായ കോൺഗ്രസ് വിരോധവും കാത്തുസൂക്ഷിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ എല്ലാ രീതിയിലും അവഹേളിക്കാനാണ് ഈ മനുഷ്യൻ ഇത്രയും കാലം ശ്രമിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെയുള്ളവരോട് ക്ഷമിക്കാനും പൊറുക്കാനും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് മാത്രമേ കഴിയൂ എന്ന രാഹുൽ ഗാന്ധിയുടെ വാക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.